തിരുവനന്തപുരം കുറ്റിച്ചൽ നിവാസിയായ വത്സല എന്ന സഹോദരിയുടെ അനുഭവ സാക്ഷ്യമാണ് സാക്ഷ്യ കൂടാരത്തിൻ്റെ ഇന്നത്തെ അധ്യായം. ന്യൂമോണിയ എന്ന രോഗം ബാധിച്ച് മകൻ മരണപ്പെട്ടപ്പോഴും അപകട മരണത്താൽ ഭർത്താവ് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോഴും തളർന്നു പോകാതെ ജീവിത വഴികളിലെ ഇരുൾ നിറഞ്ഞ പാതകളിൽ സഞ്ചരിച്ച ഈ സഹോദരിയുടെ വിശ്വാസവാക്കുകൾ പിന്നത്തേതിൽ അനുഗ്രഹ വഴികളിലൂടെ നടത്തി. പട്ടിണിയുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ ദൈവം അതിശയകരമായി നടത്തിയ ആത്മീക അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ് വത്സല. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ 7 മക്കളാണ്. അതിൽ 7ാമത്തവളാണ് ഞാൻ. വളരെ പ്രയാസത്തിലും ദുഃഖത്തിലും ഒക്കെ വളർന്നതാണ്. കാരണം 6 പേരെയും വിവാഹം നടത്തിയിട്ട് 7ാമത് എൻ്റെ കാര്യത്തിന് എൻ്റെ പപ്പ ഒരു വലിയൊരു അഗാധമായ പാലത്തു നിന്ന് താഴെ വീണ് നടുവൊടിഞ്ഞു പോയി. അപ്പോൾ പിന്നെ എന്നെ പഠിപ്പിക്കുവാനോ, ഞാനന്ന് SSLCക്ക് പഠിക്കുകയായിരുന്നു, പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു പഠിച്ച് ഒരു വലിയതാകണം എന്നുള്ള ഒരിത്. പിന്നെ പുള്ളിക്കാരൻ ഒരു ഡ്രൈവറായിരുന്നു. പക്ഷേ കല്യാണം നടത്തിയെങ്കിലും അയാൾ ഭയങ്കര മദ്യപാനിയായിരുന്നു. അപ്പനും അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് അവരുടെ അമ്മയും അമ്മായി അച്ഛനും എല്ലാവരും കൂടെയാണ് എന്നെ നോക്കിയിരുന്നത്. അങ്ങനെ വളരെ വിഷമത്തിൽ എനിക്ക് 2 മക്കളുണ്ടായിരുന്നു. മക്കളാണെങ്കിൽ ഒരു മോനും ഒരു മോളും ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് സമാധാനമില്ല, എനിക്ക് സമാധാനമില്ല. ഞാനെന്നും എൻ്റെ കർത്താവ് യേശുവിനോട് ചോദിക്കുമായിരുന്നു, ദൈവമേ എനിക്കിതിൽ നിന്നൊരു മോചനം ലഭിക്കില്ലേ എന്ന് ചോദിക്കുമായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെയും എൻ്റെ കർത്താവ് എന്നെ നിർത്തിയിരുന്നു. കാരണം ഞങ്ങൾ ശരിക്ക് പറഞ്ഞാൽ പട്ടിണിയുടെ അങ്ങ് അറ്റത്തെ അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കവേ എൻ്റെ മകനൊരു ന്യൂമോണിയയുടെ അസുഖം വന്ന് അവനെ 3 വയസ്സായി. അപ്പോൾ SATയിൽ 3 മാസം കൊണ്ട് കിടത്തി. അങ്ങനെ മകൻ 3 മാസം ന്യൂമോണിയ വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ആഹാരത്തിന് പോലും ഒന്നും വഴിയില്ല. 20 പൈസ കൊണ്ടാണ് ഞങ്ങൾ SATയിൽ കടന്നു ചെല്ലുന്നത്. പക്ഷേ എൻ്റെ മകൻ രാവിലെ മുതൽ 4 മണിയായിട്ടും ഒരു ഗ്ലാസ് ചായയെങ്കിലും എൻ്റെ മകന് കൊടുക്കാൻ നിവർത്തിയില്ലാതെ അവിടെ നിന്ന് ഞാൻ കരഞ്ഞ അവസരമുണ്ട്. കാരണം ആൾക്കാരെന്തെങ്കിലും കഴിക്കുമ്പോൾ ഇവൻ എൻ്റെ മടിയിലിരുന്ന് ചോദിക്കും, അതെന്തോ നമ്മ കഴിക്കുന്നത്. അപ്പോൾ അവന് ഒന്നും കൊടുക്കാനുള്ള ഒരു ഇതുപോലെ എനിക്കില്ല. കാരണം എനിക്ക് ഭിക്ഷ യാചിക്കാൻ അറിയത്തില്ല. പക്ഷേ എൻ്റെ മകൻ മരിക്കുമ്പോൾ ഞാൻ പിന്നീടത് വിചാരിക്കും, അവൻ ഇറച്ചി ആഹാരം വേണമെന്ന് ചോദിച്ചു മരിച്ചു. പക്ഷേ എനിക്കതിന്നും വളരെ ദുഃഖകരമാണ്. കാരണം ഒരു നല്ലവണ്ണം ഒരു ഭക്ഷണം എൻ്റെ മോന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത്രയ്ക്ക് വിഷമമുള്ളായിരുന്ന കാര്യം. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഈ രക്ഷയിൽ വന്നു എന്ന് വെച്ചാൽ എനിക്ക് ഒരു സത്യം പറഞ്ഞാൽ ഒരു വസ്ത്രമില്ലായിരുന്നു. ഞാൻ ഈ 3 മാസം SAT കിടക്കുമ്പോൾ ഒരു സാരിയും ഒരു ബ്ലൗസും ഇട്ടാണ് എൻ്റെ ജീവിതമായിരുന്നു. പക്ഷേ ഞാനത് കുഞ്ഞിനെ എടുത്ത് തോളിയിട്ട് ബാത്റൂമിൽ കൊണ്ട് നിർത്തിയിട്ട് ഞാനത് കഴുകി പുറത്തോട്ടിട്ട് അല്പം ഒന്ന് ഉണങ്ങി വരുമ്പോൾ ഞാൻ വീണ്ടും അതിനെ എടുത്ത് കൊടുത്താണ് ആശുപത്രിക്കകത്ത് കയറുന്നത്. അത്രയ്ക്കുള്ള അവസ്ഥയിൽ എൻ്റെ ദൈവം എന്നെ ഇത്രയും ഉയർത്തിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പോൾ ഈ പാസ്റ്റർമാരെല്ലാം വഴിയെ പോകുമ്പോൾ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു പാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ ഞങ്ങൾ ഈ PV ആശാരിയുടെ കൂടാരത്തിൽ ഒരു ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആശാരി അപ്പച്ചൻ വന്ന് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഞങ്ങളുടെ ചർച്ചിൽ വരെ, നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ചർച്ചിൽ പോയി. എൻ്റെ ഭർത്താവാണെങ്കിൽ ഞാൻ ചർച്ചിൽ പോകുന്നതും ഇഷ്ടമല്ല, പ്രാർത്ഥിക്കുന്നത്
പഠിക്കുന്നത് ഇഷ്ടമില്ല. അപ്പം ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ എനിക്കൊരു മോചനം കിട്ടണം എന്നുള്ള ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കവേ പുള്ളിക്കാരൻ മദ്യപിച്ചുകൊണ്ട് ഒരു മാവിൻ്റെ മുകളിലേക്ക് കയറി ആ മാവിൻ്റെ കൊണ്ടയോടെ വീണ് അപ്പോൾ തന്നെ അങ്ങ് മരിക്കുവാനിടയായി. 16 വർഷമായി എൻ്റെ ഭർത്താവ് മരിച്ചിട്ട്. പിന്നെ അന്ന് മുതൽ എൻ്റെ ഒരു മോള് ഞാനും മോളന്ന് 1ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അപ്പം മോളെ 1ാം സ്റ്റാൻഡേർഡിൽ നിന്ന് ഞാൻ എങ്ങനെ എൻ്റെ മോളെ പഠിപ്പിക്കണം, ഞാനെങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സഹോദരങ്ങളെ വീട്ടിൽ ഈ മകളെയും കൊണ്ട് പോകുമ്പോൾ സഹോദരങ്ങൾ എന്നോട് ചോദിക്കും, നിനക്ക് ഈ കുഞ്ഞിനെ ഏതെങ്കിലും ബോർഡിങ് നിർത്തിയിട്ട് നിനക്ക് ഏതെങ്കിലും വീട്ടിൽ ജോലിക്ക് നിന്നൂടെ എന്ന് ചോദിച്ചു. ഈ കുഞ്ഞാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒട്ടും തറയിറങ്ങത്തുമില്ല. അപ്പോൾ അത്ര അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ജീവിച്ചത്. എന്നാലും വേണ്ട, എനിക്ക് എന്ത് കിട്ടിയിരുന്നാലും ഞാൻ എൻ്റെ മകൾക്ക് കൊടുത്ത് വളർത്തും. ഞാൻ പട്ടിണിക്ക് ഇരുന്നിരുന്നാലും എൻ്റെ മകളെ ഞാൻ വളർത്തിയെടുത്തു. അങ്ങനെ ഇരിക്കപ്പോൾ എനിക്ക് കുറ്റിച്ചൽ യൂണിയൻ ബാങ്കിൽ മാനേജർ വിളിച്ചു ഡെയിലി വേസായിട്ട് ജോലി തന്നു. അന്ന് 75 രൂപ ശമ്പളത്തിൽ ജോലി തന്നു. ഞാനും എൻ്റെ മകളും ആ കാശ് കൊണ്ട് ഞങ്ങൾ ജീവിച്ചു. പക്ഷേ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനം ഒരു ചെറിയ വീടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ആ വീട്ടിൽ കിടക്കാൻ പേടിയായിരുന്നു. കാരണം ഞങ്ങളുടെ സ്ഥലമെന്ന് പറഞ്ഞാൽ ഒത്തിരി ഈ മദ്യപാനമൊക്കെ ഉള്ള കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. അതുകൊണ്ട് ആ വീട്ടിൽ ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പേടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബന്ധുക്കളെ വീട് തോറും നടന്നു. പിന്നെ എന്നെ ഒരാൾ എറണാകുളത്ത് കൊണ്ടുപോകാൻ ഇടയായി. എറണാകുളത്തൊരു ഹോം നേഴ്സായിട്ടൊരു വീട്ടിൽ നിൽക്കാൻ പോകാമോ എന്ന് ചോദിച്ചു. അങ്ങനെ പോയി. അവിടെ ചെന്ന് 5 വർഷം നിന്നു. ഈ കെ നായനാര സഹോദരിയുടെ വീട്ടിൽ 5 വർഷം ജോലിക്ക് നിന്നു. അവർ തന്നെ മോളെ എറണാകുളം സെൻറ്റ് മേരീസ് മാർക്കറ്റ് റോഡ് സെൻറ്റ് മേരീസ് സ്കൂളിൽ മോളെ പഠിപ്പിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചു നാട്ടിൽ വന്നു. അത് പാപ്പായ്ക്ക് കൂടുതലായി പോയി. ക്യാൻസറാണ്. 2 വർഷം കൊണ്ട് ക്യാൻസറായിട്ട് കിടക്കുന്നു. വേറെ മക്കളാരും അന്വേഷിക്കാനില്ല. 6 മക്കളുണ്ടായിരുന്നിട്ടും അവരെ അന്വേഷിക്കാൻ ആരുമില്ല. എന്നാലും ഞാൻ എൻ്റെ അപ്പയും എൻ്റെ അമ്മയും എനിക്ക് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് നാട്ടിൽ വന്നു. മോളെ ഇവിടെ കൊണ്ട് പേരൂർക്കട കൺകോടിയ സ്കൂളിൽ പഠിപ്പിച്ചു. ഞാൻ എൻ്റെ പപ്പയും മമ്മിയും അന്വേഷിച്ചു. അതുമാത്രമല്ല എല്ലാ സഹോദരങ്ങളെ അന്വേഷിച്ചു. എൻ്റെ കടമ ഞാൻ നിറവേറ്റി. പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒരാവശ്യം വന്നു കഴിഞ്ഞു പോയാൽ ഒരാരും എന്നെ തിരിഞ്ഞു നോക്കത്തില്ല. അങ്ങനെ ഞാനിരുന്നു ഈ യൂണിയൻ ബാങ്കിൽ വർക്ക് ചെയ്തു. പിന്നെ തിരിച്ചു ഞാനിവിടെ സ്റ്റാച്ചു ഹെഡ് ഓഫീസിൽ വന്നു. ഹെഡ് ഓഫീസിൽ വന്ന് 8 വർഷം ജോലി ചെയ്തു. ഇപ്പോഴും ജോലി ചെയ്യുകയാണ് കേശവസ്വര യൂണിയൻ ബാങ്കിൽ. പിന്നെ അതുകൊണ്ടാണ് എൻ്റെ ജീവിതം കഴിഞ്ഞു പോണത്. എന്നാലും ഒരു ഉയർച്ചയിൽ എൻ്റെ ദൈവം എന്നെ എത്തിച്ചു. പുള്ളിക്കാരനാണെങ്കിൽ എന്നും മദ്യപിക്കുമ്പോൾ ഞാൻ പറയും, ദൈവമേ ഞാൻ ദൈവവേലയ്ക്കായി ഞാൻ ഇറങ്ങി തിരിച്ചോളാം, എന്നിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തരണം. വേറെ ഒന്നുമല്ല, ഉപേക്ഷിച്ച് പോകണം, എൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ച് പോകണം, ഞാൻ ദൈവവേലയ്ക്കായി ഇറങ്ങി തിരിക്കാം എന്ന് ഞാൻ ദൈവത്തിനൊരു വാക്ക് കൊടുത്തു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇയാൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുഞ്ഞമ്മയുടെ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ വന്നാണ് മാങ്ങ പറിക്കാൻ കയറിയത്. മാവിൽ നിന്ന് കൊമ്പോടെ അടർന്ന് വീണ് ലൈൻ കമ്പിയിൽ അടിച്ചു. അപ്പോൾ തന്നെ മരിച്ചു. 5 മിനിറ്റ് പോലും കിടന്നില്ല. മദ്യപിച്ചു കൊണ്ട് കയറിയത് കൊണ്ട് അവർ പോലീസ് റിപ്പോർട്ട് എഴുതിപ്പോയി. അതുകൊണ്ട് ഒരു രൂപ പോലും നമുക്കതിൽ നിന്ന് ലഭിക്കാൻ സാധിച്ചില്ല, കിട്ടിയിട്ടുമില്ല. പക്ഷേ അവരുടെ പെങ്ങന്മാരെല്ലാം എന്നെ ഇപ്പം നല്ലതുപോലെ അന്വേഷിക്കും, നോക്കും, കുഴപ്പമില്ല. കാരണം ഞാനായിട്ടൊരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അവർക്കും സങ്കടമാണ്, ചേച്ചിയെ കൊണ്ടുവന്ന് ഇത്രയും ആക്കി ഇങ്ങനെ ആയല്ലോ, ചേച്ചി ഇങ്ങനെ ആയല്ലോ എന്നുള്ള ഒരു വിഷമം അവർക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഞാൻ പിന്നീട് അവസാനം എനിക്കൊന്ന് പഠിക്കണമെന്ന് തോന്നി. ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊന്ന് പഠിക്കണമെന്ന് തോന്നി. കാരണം അപ്പയ്ക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല. എല്ലാ മക്കളെയും SSLC കഴിഞ്ഞ വീട്ടിലിട്ടിരിക്കുന്ന പതിവാണ്. അവർ പിന്നെ പഠിപ്പിക്കാൻ തയ്യാറായില്ല. എനിക്ക് ഈ ഒരു 10 വർഷത്തിന് മുമ്പേ എനിക്കൊന്ന് പഠിക്കണമെന്ന് എനിക്കൊരാഗ്രഹം തോന്നി. ഞാൻ പൂവച്ചൽ VHSC സ്കൂളിൽ ചെന്ന് ഞാൻ SSLC എഴുതി പാസ്സായി. പിന്നെ കമ്പ്യൂട്ടർ പാസ്സായി. അങ്ങനെ
ഓരോ ഐറ്റവും ഇപ്പം എനിക്ക് എന്തൊക്കെ തോന്നുന്നു, കാരണം ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്ന എനിക്ക് ദൈവം തരുന്ന ഒരു ബുദ്ധി പോലെ ഞാൻ എല്ലാം ചെയ്ത് ഞാൻ ചെയ്യും. ഇപ്പോഴും അങ്ങനെയാണ്. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോൾ സുവിശേഷ വേലയ്ക്കായി ഇറങ്ങിത്തിരിച്ചു. കാരണം ഞാൻ വെഞ്ഞാറമൂടി ചർച്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഏത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അവർക്ക് വിടുതൽ കൊടുക്കുന്ന ഒരു കൂട്ടത്തിലാണ്. കാരണം എനിക്ക് എന്നാലും ഇപ്പോൾ ഈ ജോലിയുള്ളത് കൊണ്ട് പോകാൻ പറ്റുന്നില്ല. എന്നാലും കുറേ രോഗികളെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ സൗഖ്യമാക്കും. മാത്രമല്ല, എൻ്റെ കർത്താവ്, ഞാൻ 21 ദിവസം ഉപവസിച്ചു. വെള്ളം കുടിയാതെ ആഹാരം കഴിക്കാതെ 21 ദിവസം ഞാൻ ഉപവസിച്ച് 2 വരം എൻ്റെ കർത്താവായ യേശു എനിക്ക് തന്നു. ഏത് വീട്ടിലൊരു അത്ഭുതം പ്രവർത്തിച്ചിരുന്നാലും ഞാൻ അന്ന് രാവിലെ ഞാൻ ആ വീട്ടിൽ അറിയിക്കും, നിങ്ങളുടെ വീട്ടിലിത് സംഭവിക്കാൻ പോവുകയാണ്. അപ്പോഴൊക്കെ എൻ്റെ മോള് കളിയാക്കും, അമ്മ അടി കൊള്ളാതെ തിരിച്ചു വന്നോ എന്ന് രാവിലെ എണീറ്റ് നോക്കും. കാരണം ഞാൻ അവിടെ അറിയിക്കും, ഇന്ന വീട്ടിൽ നിങ്ങളെ വീട്ടിലിത് സംഭവിക്കാൻ പോകുന്നു എന്ന് അറിയിക്കും. പക്ഷെ അങ്ങനെ ഒരു വരം എൻ്റെ കർത്താവായ യേശു എനിക്ക് തന്നു. അതുമാത്രമല്ല, ഞാൻ രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും ഇപ്പോൾ ഞങ്ങളുടെ ചർച്ചിലും പാസ്റ്റർക്കും എല്ലാവർക്കും ആർക്ക് രോഗം വന്നിരുന്നാലും എന്നെ വിളിക്കും, പ്രാർത്ഥിക്കണമെന്ന് പറയും. ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ അത്ര എൻ്റെ ദൈവം എനിക്ക് ഒരു കൃപ തന്നിട്ടുണ്ട്. അതിനുകൊണ്ട് ഞാനിനി എത്ര കാലം ഞാൻ ജീവിക്കുന്നു അത്രയും കാലം എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നാണ് എൻ്റെ പ്രത്യാശ. കാരണം എന്നെ ഇത്രയും ദൈവം ഉയർത്തിയത് മാത്രമല്ല, ഞാൻ ശരിക്കും അനുഭവിച്ചു. കാരണം ഹോം നേഴ്സായിട്ട് നിന്ന് ഞാൻ അവരുടെ എല്ലാ ചികിത്സകളും ഈ കൈ കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു വിദ്വേഷ വെറുപ്പോ ഒന്നും വന്നിട്ടില്ല. ഞാൻ അങ്ങനെയൊക്കെ അനുഭവിച്ചവളാണ്. പിന്നെ എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ എന്ത് രോഗം വന്നാലും ഞാൻ അവിടെ എത്തും, ഞാൻ പ്രാർത്ഥിക്കും, അതിനുവേണ്ടി വിടുതൽ കിട്ടും. ദൈവം ചെയ്ത വിടുതൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു വിടുതൽ ദൈവം എനിക്ക് ചെയ്തു. കാരണം ഇപ്പോൾ ഒരു 6 വർഷമായി എൻ്റെ ഈ കഴുത്തിൽ 3 മുഴ വന്നു. 3 മുഴയെന്ന് പറഞ്ഞാൽ തൈറോയിഡിൻ്റെ മുഴയാണ്. പക്ഷേ അത് ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവർക്കും പേടി. എനിക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് എന്നെ അവർ ഈ ഓപ്പറേഷൻ ചെയ്തില്ല, ഗുളിക തന്നു ഇട്ടിരുന്നു. പക്ഷേ അവസാനം എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റാതെയായി. എന്തെങ്കിലും ഒന്ന് കഴിക്കണമെങ്കിൽ അല്പം വെള്ളം കൂടെ കുടിച്ചാലേ എനിക്ക് കഴുത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങത്തുള്ളൂ. എല്ലാവരും പ്രാർത്ഥിച്ച് നോക്കി, പക്ഷേ എനിക്ക് വിടുതലില്ല. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എന്തായാലും ഈ മുഴയൊന്ന് എടുത്ത് കളയണം എന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ 3 മുഴയുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, അയ്യോ ഇത് എനിക്ക് പറ്റത്തില്ല. ജനറൽ ഹോസ്പിറ്റലിൽ തങ്കരാജ് ഡോക്ടർ പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല, നിങ്ങൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അതുപോലെ ഞങ്ങളുടെ സത്യനേശൻ പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ മരിച്ചു പോവും, എത്രയും പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി. കോവിഡ് സമയമായിരുന്നു. ഡിസ്ചാർജായി പള്ളി വന്നു പ്രാർത്ഥിച്ചു. പക്ഷേ എന്നിട്ടും വിടുതലില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് കണക്ക് കൂട്ടി. എനിക്ക് ആഹാരം ഇറങ്ങുന്നില്ല. കഴുത്തിൽ നിന്ന് ഞാൻ പാടുമായിരുന്നു. പള്ളിയിൽ ഞാനാണ് പാടുന്നതായിരുന്നു. അപ്പോൾ പാടും, പക്ഷേ എനിക്ക് പാടാൻ പറ്റുന്നില്ല, ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല. പള്ളിയിൽ ചെന്നിരുന്നാൽ എനിക്ക് നെഞ്ചിനൊക്കെ ഒരു വെപ്രാളവും മരണവേദന. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന അവസ്ഥയിലായിരുന്നു. വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു, ഞാൻ ചെയ്യാം, 5 പേരുടെ സമ്മതപത്രം വേണമെന്ന് പറഞ്ഞു. മകള്, സഹോദരങ്ങൾ എല്ലാവരുടെ 5 പേരുടെ സമ്മതപത്രം വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 5 പേര് എഴുതി ഒപ്പിട്ട് കൊടുത്തു. 1-ാമത്തെ ദിവസം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുമ്പോൾ അനസ്തേഷ്യ തന്നു. പക്ഷേ ഷുഗർ നോക്കിയപ്പോൾ കൂടുതൽ. തിരിച്ച് വീണ്ടും അവർ വാർഡിൽ കിടത്തി. പിറ്റേ ആഴ്ചത്തേക്കാക്കി. എന്തോ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. പിറ്റേ ആഴ്ചത്തേക്ക് അവർ വീണ്ടും PP കിറ്റൊക്കെ ഇട്ട് ഓപ്പറേഷത്തിന് കയറ്റി. അന്നും ഓപ്പറേഷൻ നടന്നില്ല. 3-ാമത്തെ ദിവസം വീണ്ടും ഓപ്പറേഷത്തിന് കയറ്റി.
കയറ്റിയപ്പോൾ എൻ്റെ മകൾ ഡോക്ടറോട് ചോദിച്ചു, എന്താ ഡോക്ടറെ, അമ്മ ഇങ്ങനെ 3 പ്രാവശ്യം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ദൈവത്തോട് പറയാൻ പറഞ്ഞു. എന്നോട് പറയരുത്, നിങ്ങൾ ദൈവത്തോട് പറയൂ, ഇവർ മരിച്ചു പോകും നിശ്ചയമാണെന്ന് ഡോക്ടർ പറഞ്ഞു. മകൾ പറഞ്ഞു, എന്നാൽ അമ്മ ഇനി ഡിസ്ചാർജ് ചെയ്ത് തന്നേരെ, ഞങ്ങളങ്ങ് കൊണ്ടുപോകാമെന്ന്. മകൾ ഏതുവരെ പഠിച്ചു? അപ്പോൾ പറഞ്ഞു, BCom 3rd year പഠിക്കുകയാണ്. അപ്പം ഇത്രയും അറിയാമെന്നുള്ള മോളല്ലേ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് വന്നാലും ഡോക്ടറെ ഞാൻ സഹിക്കാം, എനിക്ക് ആ ഒരു മുഴയെങ്കിലും എടുത്ത് കളയണം, കാരണം ആഹാരം ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അപ്പോൾ ഞാൻ പാസ്റ്ററെ വിളിച്ചു, പാസ്റ്ററെ ഇങ്ങനെയാണ് വിഷയം, നിങ്ങളെല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആലയം മൊത്തവും എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അന്ന് രാവിലെ തന്നെ 7 മണിക്ക് അനസ്തേഷ്യം തന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. വലിയൊരു ഓപ്പറേഷൻ മൊത്തത്തിൽ ഒരു ഓപ്പറേഷൻ കഴിയുന്നതിന് മുമ്പായിട്ട് എന്നെ കിടത്തിയപ്പോൾ പറഞ്ഞ്, നിങ്ങൾക്ക് 3 പ്രാവശ്യം അനസ്തേഷ്യം തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി 4മതൊരു അനസ്തേഷ്യം തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയോടെ ഞാൻ ചെയ്തോട്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചെയ്തോളാൻ പറഞ്ഞു. കർത്താവായ യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ, ധൈര്യമായിട്ട് ചെയ്തോ, കർത്താവായ യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങളുടെ യേശു ആരാണ്? ഞാൻ പറഞ്ഞു, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിൻ്റെ പ്രഭു, നിത്യപിതാവ്, ആ ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞു. രോഗാവസ്ഥകളുടെ തീവ്രഘട്ടത്തിൽ ഡോക്ടറിനോട് പറഞ്ഞ വാക്കുകൾ വിശ്വാസവാക്കുകളായി മാറി. ഈ ദൈവം അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. സൗഖ്യത്തോടെ ഭവനത്തിൽ എത്തിച്ചേർന്ന വത്സല ദൈവത്തെ പാടി സ്തുതിച്ചു. ഞാൻ എനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചിട്ടല്ല ഡോക്ടറെ ഞാൻ ഇവിടെ വന്ന തിയേറ്ററിൽ ഡോക്ടറിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്, ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നത്. ഡോക്ടർ ധൈര്യമായിട്ട് ചെയ്തോളാൻ പറഞ്ഞു. 8 മണിക്ക് തുടങ്ങിയ ഓപ്പറേഷൻ 3 മണിക്കാണ് തീർന്നത്. മേജർ ഓപ്പറേഷനായിരുന്നു. പക്ഷേ പിറ്റേന്ന് രാവിലെ ഡോക്ടർ ഓടി വന്ന് ചോദിച്ചവർ സംസാരിച്ചോന്ന്. അവരുടെ നാവ് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന്. പിറ്റേന്ന് രാവിലെ ഡോക്ടർ വന്ന് സംസാരിച്ചു. അപ്പം നേഴ്സ് പറഞ്ഞു, വെള്ളം ചോദിച്ചു എന്ന് പറഞ്ഞു. ഭാഗ്യം, അവരുടെ ഭാഗ്യം, ഞങ്ങളെ 7 രക്ഷ എന്ന് പറഞ്ഞു. അതേ സമയം ഞാൻ 1 മാസം തികയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ചർച്ചിൽ ചെന്ന് നല്ലതായിട്ട് പാടുവാനിടയായി. എല്ലാവരും അതിശയിച്ച് നിൽക്കുക. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1 മാസം ആയല്ലേ ഉള്ളൂ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഈ തൊണ്ട വലിച്ച് കീറി പാടുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവം തന്ന ആ ശക്തിയാണ്. അങ്ങനെ ഞാൻ നല്ലവണ്ണം പാടി 1/2 മണിക്കൂറോളം ഞാൻ കരഞ്ഞ് സാക്ഷി പറയാനിടയായി. അത്രയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എനിക്ക് ഈ 2 നെഞ്ചിൽ 2 മുഴ വന്നിട്ടുണ്ട്. പക്ഷേ ആ മുഴയാണെന്ന് വെച്ചാൽ അത് അവർ പറയുന്നു വേറെ മുഴയല്ല, അത് ഈ കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ അത് നല്ലവണ്ണം ശരിക്കും ട്രീറ്റ്മെൻറ്റ് തരാത്തതിൻ്റെ ഒരു പാൽക്കല്ല വളർന്നതിൻ്റെ മുഴയാണ്. വെഞ്ഞാറമൂട് ലീലാരവി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരത് 2ഉം ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെ എനിക്ക് പിന്നെ അവസാനം എനിക്ക് അനസ്തേഷ്യം തന്ന് എനിക്ക് 2 കണ്ണും കണ്ടുകൂടാതായിപ്പോയി. 2 കണ്ണും കാണാൻ പാടില്ല. അങ്ങനെ ഈ ലൈറ്റിൻ്റെ പ്രകാശത്തിലൊന്നും എനിക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല. തിരുനെൽവേലി അരവിന്ദ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ലേസർ ചെയ്തു. 2 കണ്ണും ലേസർ ചെയ്തു. എനിക്ക് 2 കണ്ണും കാണാൻ പറ്റാതായി, ബൈബിൾ വായിക്കാൻ പറ്റാതായി. അല്ലെങ്കിൽ ഞങ്ങളുടെ ചർച്ചിൽ ഏറ്റവും മെയിൻ ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് ബൈബിൾ വായിക്കാൻ ഇപ്പോഴും എനിക്ക് കണ്ണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാണുന്നില്ല. അങ്ങനെ ഇപ്പോൾ തിരിച്ച് മണക്കാട് ആരാധന ഹോസ്പിറ്റലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു. 2 കണ്ണിനകത്ത് 2 കണ്ണിനും 2 ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട് 1.5 മാസത്തിൽ കൂടുതലായി. ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. ഞാൻ ബസ്സിൽ കയറി പോകുന്നുണ്ട്. എനിക്ക് കണ്ണെല്ലാം നല്ലവണ്ണം ഞാൻ കർത്താവിനോട് ചോദിച്ചു, അന്ധന് കാഴ്ച ലഭിച്ചത് എങ്ങനെ കർത്താവേ, അതുപോലെ എൻ്റെ കർത്താവ് എനിക്ക് കാഴ്ച ലഭിക്കാനുള്ള അവസരം തരണം. എൻ്റെ കർത്താവ് എനിക്ക് എൻ്റെ കണ്ണിന് കാഴ്ച തരണമെന്ന്.
പക്ഷേ എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ എല്ലാ സ്ഥലങ്ങളിലും എൻ്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ പോവുകയാണ്. കാരണം എനിക്ക് അവർ പറയുന്ന ഇഞ്ചക്ഷൻ എടുത്തല്ലാതെ കണ്ണ് റെഡിയാവത്തില്ല. വേണ്ട, എൻ്റെ കർത്താവ് എനിക്ക് സുഖം തരുമെങ്കിൽ എൻ്റെ കണ്ണിന് കാഴ്ച ലഭിക്കട്ടെ എന്ന് ഞാനും പറയുന്നു. കാരണം 18,000 രൂപ വേണം കണ്ണിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ. അതില്ലാത്തത് കൊണ്ട് ഞാൻ എനിക്കിനി എൻ്റെ കണ്ണിനകത്ത് ഒരു ഇഞ്ചക്ഷനും വേണ്ട. എൻ്റെ ദൈവം ഇട്ട ആയുസ് എനിക്ക് ദൈവം എടുക്കുന്നത് വരെയും എൻ്റെ കണ്ണിന് എനിക്ക് കാഴ്ച ലഭിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം പല കാരണങ്ങളാലും എൻ്റെ കർത്താവ് എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ഞാൻ മാനസികമായിട്ട് ഞാൻ തകർന്നുവെങ്കിലും എൻ്റെ ദൈവം എന്നെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഞാൻ നിന്നതല്ല, എൻ്റെ കർത്താവ് എന്നെ നിർത്തിയതാണ്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ എന്നും കർത്താവിനോട് ചോദിക്കും, ദൈവമേ, ഞാൻ ആരുടെ മുന്നിലും കൈ നീട്ടുവാൻ ഇടയാകരുതേ. എനിക്ക് പഴിയുണ്ട്, ദുഷിയുണ്ട്, നിന്നയുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും എൻ്റെ ദൈവം എന്നെ ഇത്ര ശക്തിയും കൃപയും ബലം ആരോഗ്യം തന്ന എൻ്റെ കർത്താവൻ ഓരോ ദിവസവും നടത്തുന്നു. കർത്താവായ യേശു ഇപ്രകാരം അരുളി ചെയ്തത് 91 സങ്കീർത്തനം 14 വാക്യത്തിൽ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ഇത്രയും കഷ്ടവും ദുഃഖം അനുഭവിച്ചെങ്കിലും ഞാനും ഒരു ഭാഗ്യവതിയാണ്. എൻ്റെ ദൈവം എനിക്ക് ഇത്രയും നന്മയും കരുണയും ദീർഘായുസ്സും തന്നു. പല ദിവസം മരിക്കണം എന്ന് ചിന്തിക്കും. മരണത്തോട് മല്ലടിച്ചവളാണ് ഞാൻ. മരിക്കണമെന്ന് തീരുമാനിക്കുമ്പോഴും എൻ്റെ കർത്താവിന് എൻ്റെ മുമ്പിലുണ്ട്. ഒരു ദിവസം രാത്രി 12 മണിക്ക് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അന്ന് ചെറ്റ മാടമാണ്, വീടൊന്നുമില്ല. മാടത്തിൽ രാത്രി 12 മണിക്കും വെളുപ്പിലെ 2 മണിക്കും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ആകാശത്തു നിന്നൊരു തീക്കട്ട ഉരുകി വന്ന് എൻ്റെ മുന്നിൽ വീഴാൻ ഇടയായി. അപ്പോൾ തീക്കട്ട വീണു. ഞാൻ പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോയി. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഒരു തീയുമില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ മാടം വേകുന്നതായിട്ടാണ്, വെന്തുരുകുന്നതായിട്ട് കണ്ടു. പക്ഷേ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് അവിടെ നിന്ന്, എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു, കൊണ്ടിറങ്ങി ഓടി അടുത്ത വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു, അണ്ണ എൻ്റെ മാടം വേകുന്നു, അണ്ണ ഒന്ന് ചെന്ന് നോക്കെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ അമ്മച്ചിയും ആങ്ങളെയും കൂടെ ഓടി വന്ന് നോക്കിയപ്പോൾ, അയ്യോ മക്കളെ, അത് അവിടെ ഒന്നും തീക്കട്ട ഉരുകിയിട്ടില്ല. പക്ഷേ എൻ്റെ കർത്താവായ യേശു എനിക്കൊരത്ഭുതം അടയാളം തന്നതാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ ആ ധൈര്യം എനിക്ക് വിട്ടുപോയിട്ടില്ല. കാരണം എൻ്റെ കർത്താവ് എനിക്ക് ഓരോരോ കാര്യങ്ങൾക്കും എനിക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ കർത്താവ് എനിക്ക് തന്ന ജോലി, ആ ജോലി കൊണ്ട് ഞാൻ ജീവിക്കുന്നു. ഓരോ ദിവസവും ഉള്ള ഒരു ജോലി കൊണ്ട് ഞാൻ ജീവിക്കുന്നു. അല്ലാതെ എൻ്റെ കർത്താവ് എനിക്ക് വാരിക്കോരിത്തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് ദൈവം ഓരോ ദിവസവും തരുന്ന അതെനിക്ക് എൻ്റെ കർത്താവായ ദൈവം തരുന്നുണ്ട്. കാരണം എൻ്റെ കർത്താവാണ് ഓരോ നാളും ഭാരം ചുമക്കുന്നു. ഓരോ നാളും ഭാരം ചുമക്കുന്ന എൻ്റെ കർത്താവ്, അതുപോലെ എൻ്റെ കർത്താവ് ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുകയാണ്. യേശു എന്നെ